ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ റിയൽമിയുടെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ക്യാമറ വെള്ളത്തിലല്ല മറിഞ്ഞു വീണ് ഷൂട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യണേന്ന്. അപ്പോൾ സാധനം മറിഞ്ഞു വീണ് കഴിയുമ്പോഴത്തേക്ക് ലെൻസ് പോയി. ഏകദേശം 2500 അടുത്ത് വരും. അപ്പോൾ ഇനി ശരിയാക്കണേ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യാൻ പോണത്. മുകളിൽ നമ്മൾ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അവിടെ അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു പോർട്രേറ്റ് വരക്കാൻ പോവുകയാണ്. പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് അവരെന്തുകൊണ്ടാണ് ഇഷ്ടം, എന്തുകൊണ്ടാണ് ഞാൻ അവർക്ക് ഡെഡിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടപ്പെട്ട കുറച്ച് യൂട്യൂബേഴ്സ് പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊരു ഡെഡിക്കേറ്റഡ് വീഡിയോസാണ് ഇനി തുടർന്നുള്ള വീഡിയോസിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഈ ക്യാമറയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടേക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇനി വിഷ്വൽസ് വരാൻ പോകുന്നു. അപ്പോൾ നേരെ നമുക്ക് വർക്കിലിട്ട് കിടക്കാം. വാങ്ങിയേക്കണ ഒരു 5 കിലോത്തിൻ്റെ ബിർള വൈറ്റ് സിമെൻ്റാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയേക്കണത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ അടിക്കാൻ പോകണേ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളിന്ന് പോർട്രേറ്റ് വരക്കാൻ പോകുന്നത്. ഇന്നല്ല, ഇവിടെയാണ് നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ലേസിക്കിഡിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ മടിയും പണിയല്ലേ. ഞാൻ ഈ നട്ട് ഉച്ചക്ക് 1:30 1:30 അവിടം വരെ അടിച്ചപ്പോൾ തന്നെ എൻ്റെ മുതുകൊക്കെ പൊള്ളാൻ തുടങ്ങി, നടുവേന എടുക്കണം. ഞാൻ കുറേ ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടേ ഈ കപ്പ് വെച്ചിട്ട് കോരി ഒഴിക്കാൻ പോകും. അല്ല പിന്നെ നമ്മളോടാ കളി. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ 6 lakh അടിച്ചപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പക്ഷെ ഇപ്പോൾ ടൈം നമ്മുടെ മഴ കയറണേ ഒരു 2 ആഴ്ചയുള്ള അടുപ്പിച്ച് മഴയായിരുന്നു. ഇപ്പോഴാണ് ഒരു ഗ്യാപ്പ് കിട്ടിയത്. ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് അഴുക്കായിട്ടുണ്ട്. നമുക്കുള്ള സ്പേസിൽ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് വൈകിട്ട് 5 മണിക്ക് ചെയ്താൽ ഒരു 6 മണി 7 മണി ലൈറ്റ് പോകണ മുമ്പ് തീർക്കണം. ഇന്ന് തീർന്നില്ലെങ്കിൽ പകുതി നാളെ ചെയ്യേണ്ടി വരും. നാളെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി മഴ പെയ്താൽ നമ്മൾ ഈ മണ്ണ് വെച്ചിട്ടാണല്ലോ എന്താ സംഭവം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് വരക്കണം. ഇതുവരെ അങ്ങനെ വരച്ചൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലൊരു കോൺഫിഡൻസ്. വരച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഉണ്ണിച്ചേട്ടനെ പോലെ ഇരിക്കുമോ ഇല്ലെന്ന് അറിയില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫ്ലോപ്പ് ആണെങ്കിൽ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യും കേട്ടോ.
ഗൈസ് വെട്ടമൊക്കെ പോയിട്ടാ. നാളെ രാവിലെ ഇന്ന് രാത്രി മഴയൊന്നുമില്ല, കാറ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതേപോലെ തന്നെ കിടക്കുമെന്ന് അറിയാൻ പറ്റില്ല. OMKV ഉണ്ണിച്ചേട്ടൻ അത്ര അടിപൊളിയായെന്നറിയില്ല, എന്നാലും കുറച്ചും കൂടി നന്നാക്കാം. എനിക്ക് ആദ്യമായിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോട്ടാ. ഇരുട്ടത്തൊരു സെൽഫി പൊക്കാൻ പോണേ. രാവിലെ വെട്ടമുണ്ടായിരുന്നു, കുറച്ചും കൂടി ഫോൺ വീണോ? കുട്ടിയോ നീ പറ്റിയോ? ഗൈസ് നമ്മൾ പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടനെ പോലെ ആയില്ലെന്ന് പറയുമ്പോഴല്ല, നമുക്ക് മേളിൽ നിന്ന് എടുത്ത് നോക്കാം. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, ചെറുതല്ല വലുതായിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഇല്ലാത്ത കാരണം ചെറിയ ഇത് കയ്യാണ്ട് ഉദ്ദേശിച്ചേക്കണം. നമുക്ക് ഈ ഡ്രോണല്ല ഈ കമ്പിയിൽ കെട്ടിയിട്ട് പൊക്കിയിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇന്നലെ ഇവിടെ ഷൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്ന സമയത്ത് മൊബൈൽ താഴ്ത്തിട്ട് വീണു. അപ്പോൾ നമ്മുടെ ഡ്രോണൊന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ ഒരു കമ്പി ഉണ്ടോ, ഈ കമ്പിയിൽ അത്യാവശ്യം ലെങ്ത്തുള്ളൊരു കമ്പിയാണ്. ഈ കമ്പിയിൽ മൊബൈൽ ഇവിടെ പിടിപ്പിച്ചിട്ട് റിസ്ക് എടുക്കാൻ വേണ്ടി പൊട്ടിയിരിക്കണം. ഇന്നലെ രാത്രി ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ മൊബൈൽ താഴ്ത്തി വീണുണ്ട്. ആ സീൻ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി കാണിച്ചു തരാം കേട്ടോ. സംഭവം ഒടിഞ്ഞു പോയി ഗൈസ്. ഇനിയിപ്പോൾ ഇതിനകത്ത് മൊബൈൽ വെക്കാൻ റിസ്ക്കാണ്. എന്നാലും വെക്കാൻ പോണേ ഞാൻ. എനിക്ക് ആ മുകളിൽ നിന്നുള്ള വ്യൂ കാണണം, രണ്ടും കൽപ്പിച്ച് വെക്കാൻ പോണേ. ഗൈസ് മൊബൈൽ ഇത് സാധനം പൊട്ടിപ്പോയി. ഇപ്പം ഇനി വീഴുമെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് കൽപ്പിച്ച്. ഈ മാസം വളരെ ബാഡ് മന്താണ് എനിക്ക്. കാരണം നമ്മൾ ചെയ്യണ എല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കണേ. കഷ്ടപ്പെട്ട് ചെയ്ത് പക്ഷെ അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അവസാനം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് അത് പൊളിഞ്ഞു പോകും. ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചെയ്ത്, രാത്രി ഇരുട്ടില്ലാത്ത കാരണം വെട്ടമില്ലാത്ത കാരണം നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. രാവിലെ ഇപ്പോൾ മഴയൊന്നും പെയ്യില്ലെന്ന് പ്രാർത്ഥിക്കണേന്ന്. എന്നിട്ട് രാവിലെ മഴ പെയ്യാതെ നമ്മൾ വന്ന് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ആ സാധനം പൊട്ടിപ്പോയി. മൊബൈൽ രണ്ടാമത്തെ പ്രാവശ്യം ഭാഗ്യത്തിന് മൊബൈൽ പൊട്ടിയില്ല, പക്ഷെ അതിൻ്റെ സൈഡിൽ ഡാമേജ് ആയി. പിന്നെ ആ ഫോണിപ്പോൾ വിളിച്ചിട്ട് എടുക്കാൻ പറ്റില്ല, കോൾ തന്നെ കട്ടായി പോകും. അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഫോൺ കംപ്ലൈൻ്റ് ആയി. പിന്നെ ഞാനിത് അറേഞ്ച് ചെയ്ത് ആ പൊട്ടിപ്പോയ ഹോൾഡറില്ലേ, മൊബൈൽ ഹോൾഡറൊക്കെ ശരിയാക്കി അത് വേറൊരു ആണിയൊക്കെ പിടിപ്പിച്ച് വേറൊരു സെറ്റപ്പ് ഉണ്ടാക്കി. എന്നിട്ടിപ്പോൾ അതിനകത്ത് പിടിപ്പിച്ചിട്ട് രാവിലെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് നല്ല മഴ, മൊബൈലും പൊക്കാൻ പറ്റില്ല. നമ്മൾ വരച്ച് വെച്ച മണ്ണൊക്കെ എല്ലാം ചീത്തയായി പോയി. ഉണ്ണിച്ചേട്ടൻ വരച്ചപ്പോൾ ഉണ്ണിച്ചേട്ടൻ മഴ പെയ്ത് മഴയൊന്ന് ഡിസൈൻ ചെയ്ത് വേറെ ആളായിരുന്നു. നമുക്ക് നോക്കാം അതിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പൊക്കാൻ പോകണേ, ഇപ്പോൾ വീഴാതിരുന്നാൽ മതി. ദൈവമേ,
അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ ഇടയിൽ മലയാളികളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ണിച്ചേട്ടനെ ചൂസ് ചെയ്തതെന്നുള്ളത്, ഉണ്ണിച്ചേട്ടനെ ചൂസ് ചെയ്ത കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരുപാട് പേരെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരാളാണ്. ബാക്കിയുള്ളതെന്നൊക്കെ പറയാൻ അവരുടേതായിട്ടുള്ള കുറച്ച് നമുക്ക് കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി ഉണ്ണിച്ചേട്ടനാണ്. പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ വീഡിയോയിലൂടെ വന്ന വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്, എനിക്ക് ആ പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത ഡെഡിക്കേഷൻ പറ്റുമെങ്കിൽ നമ്മുടെ ആ പുള്ളിക്കാരൻ കൂടെ വരക്കും. ഇപ്പം മഴയൊക്കെ വന്ന് മൊത്തത്തിൽ ഞാൻ പ്രതീക്ഷിച്ചൊന്നും ആയില്ല, കുളമായി ആ സൈഡൊക്കെ മൊത്തം ആ കൈയുടെ അവിടെ ആ സൈഡൊക്കെ ഡാമേജ് ആയിപ്പോയി. ഇന്നലെ വരച്ചപ്പോൾ കുറച്ചും കൂടി കൊള്ളായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ മഴയും അടുത്ത മഴയ്ക്ക് മുമ്പ് ഇതും കൂടി ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാൻ പോണേണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ, ചെറിയ വീഡിയോ, ഈ കഷ്ടപ്പാടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും ഗുഡ് ബൈ പറയുന്ന മുമ്പ് നമുക്ക് ഈ വിഷ്വൽസും കൂടി കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓക്കെ അല്ല അവസാനത്തെ വീഡിയോ. തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പോൾ ഇങ്ങനൊരു ഔട്ട്റോ അവസാനിപ്പിക്കണേണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു കിടന്ന് പോർട്രേറ്റുമായിട്ട് പിന്നെ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ. അടുത്തത് ആർക്ക് ഡെഡിക്കേഷൻ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബറിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക വിത്ത് റീസൺ. ഞാൻ ഈ വീഡിയോ ഉണ്ണിച്ചേട്ടനെ ചൂസ് ചെയ്യുന്ന റീസൺ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളും ഒരു യൂട്യൂബറിൻ്റെ പേര് പറയുക, എന്തുകൊണ്ട് എന്നതും കൂടി കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മഴയൊക്കെ മാറിയിട്ട് അടുത്തൊരു വീഡിയോ സെറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ മറ്റേ പൈപ്പ് ഡ്രം ഇല്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് വീഡിയോ ഇടേണ്ടത്. പക്ഷേ നമുക്ക് സമയമില്ലാത്ത ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് കുറേ നാളായി ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് മാനൊന്ന് തെളിഞ്ഞപ്പോൾ ചെയ്തതാണ്. അതേപോലെ പിറ്റേ ദിവസം തന്നെ മഴ പെയ്യാൻ തുടങ്ങി. മുടക്കാണ്, പക്ഷെ നമ്മൾ തോക്കൂല. ഓക്കെ, ശരിയാണ്, ഗുഡ് ബൈ.